ഉള്ളത് ഇലക്ട്രിക് പവർ. നമ്മൾ വീട്ടിലുള്ള ഗൃഹോപകരണങ്ങളിലൊക്കെ നോക്കിയാൽ അറിയാം 500 വാട്ട്സിൻ്റെ ഗ്രൈൻഡർ അല്ലെങ്കിൽ 600 വാട്ട്സിൻ്റെ ഗ്രൈൻഡർ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടാവും. എന്താണ് ഈ വാട്ട്സ്? അതാണ് നമ്മുടെ പവർ എന്ന് പറയുന്നത്. പവർ എന്നാൽ നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ കണ്ടതുപോലെ പവർ ഈക്വൽ ടു എന്തായിരുന്നു? വർക്ക് പെർ യൂണിറ്റ് ടൈം അല്ലേ? യൂണിറ്റ് ടൈമിൽ ചെയ്യുന്ന പ്രവൃത്തിയാണ് പവർ. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ഉപകരണം ചെയ്ത മൊത്തം പ്രവൃത്തി കിട്ടണം, മൊത്തം വർക്ക് കിട്ടണം. മൊത്തം വർക്കിനെ എത്ര സമയം വർക്ക് ചെയ്തോ അത്രയും സമയം ടി അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് നമ്മുടെ ഉപകരണത്തിൻ്റെ പവർ കിട്ടും അല്ലേ? നമ്മൾ ജൂൾസ് ലോ പ്രകാരം നമ്മുടെ ഉപകരണം ചെയ്ത മൊത്തം വർക്ക് W ഇൻറ്റു നമ്മുടെ ഉപകരണം മൊത്തം വർക്ക് ചെയ്തത് എത്ര സമയമാണ്? ടി ഇൻറ്റു ടി. വർക്ക് ഇൻറ്റു മൊത്തം വർക്ക് ഇൻറ്റു മൊത്തം സമയം ടി ഈക്വൽ ടു എന്താണ്? നമ്മുടെ ഉപകരണം എത്ര ചൂട് പുറത്ത് കിട്ടും? എച്ച് കിട്ടും അല്ലേ? വർക്ക് ഇൻറ്റു ടൈം ഈക്വൽ ടു എച്ച്, ഹീറ്റ് കിട്ടും. ഇതിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? വർക്ക് ഐ സ്ക്വയർ ആർ ഇൻറ്റു ടി അല്ലേ? അപ്പോൾ നമുക്ക് മൊത്തം പ്രവൃത്തി നമ്മുടെ ഉപകരണം ടി സമയം കൊണ്ട് എത്ര പ്രവൃത്തി ചെയ്തു എന്ന് നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നമ്മുടെ ജൂൾസ് ലോ നിന്ന് കിട്ടും. ഐ സ്ക്വയർ ഇൻറ്റു ആർ ഇൻറ്റു ടി ആണ് നമ്മുടെ ഉപകരണം മൊത്തം ചെയ്ത വർക്ക് അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പവർ ഈസി ആയിട്ട് കണ്ടുപിടിച്ചൂടെ? മൊത്തം വർക്ക് ഡിവൈഡ് ബൈ ടൈമാണ്. അപ്പോൾ ഇതിനെ ബൈ ടൈം കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ പവറായിട്ട് കിട്ടി. പവർ ഈക്വൽ ടു ഐ സ്ക്വയർ ആർ. ഐ സ്ക്വയർ ആർ ടി എന്നുള്ളത് മൊത്തം വർക്കാണ്, W. മൊത്തം വർക്കിനെ നമുക്ക് മൊത്തം ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഐ സ്ക്വയർ ആർ. അതാണ് നമ്മുടെ നമ്മുടെ ഉപകരണത്തിൻ്റെ പവർ. ഈക്വൽ ടു ഐ സ്ക്വയർ ആർ. ഇനി ഇതിനെ നമുക്ക് മറ്റു രീതിയിലേക്ക് മാറ്റം വരുത്താം. നമ്മുടെ ഓംസ് ലോ പ്രകാരം ഐ എന്തായിരുന്നു? വി ബൈ ആർ ആണ് ഐ അല്ലേ? ഇതിനെ നമുക്ക് ഇങ്ങോട്ട് ഇടാം. അപ്പോൾ ഐ സ്ക്വയർ എന്നുള്ളത് വി ബൈ ആർ സ്ക്വയർ ആയി മാറും. പവർ ഈക്വൽ ടു വി ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ. ഇതെന്തായി മാറും? പവർ ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ. ഈ ആറിനെ ഈ സ്ക്വയറിനെ ക്യാൻസൽ ചെയ്താൽ എന്തായി? പവർ ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ, വി സ്ക്വയർ ബൈ ആർ. അപ്പോൾ നമുക്ക് മറ്റൊരു രൂപം കൂടി കിട്ടി അല്ലേ? ഒന്നെന്ന് പറഞ്ഞാൽ പി ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ആണ്, പിന്നെ പി ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ കൂടി എഴുതാം. ആറിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ആർ എന്തായിരുന്നു? ആർ ഈക്വൽ ടു വി ബൈ ഐ അല്ലേ? ഇതിനെ അങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ എന്തായി? പവർ ഈക്വൽ ടു വി സ്ക്വയർ ബൈ വി ഡിവൈഡഡ് ബൈ ഐ. ഓക്കെ, ഈ വിയും സ്ക്വയറും ക്യാൻസൽ ചെയ്തു, ഐ മുകളിലേക്ക് വന്നു. അപ്പോൾ എന്തായി? വി ഐ അല്ലേ? അപ്പോൾ നമുക്ക് 3 രൂപത്തിൽ നമ്മുടെ പവറിനെ എക്സ്പ്രസ് ചെയ്യാം അല്ലേ? വി ഐ ഒന്നെന്ന് പറഞ്ഞാൽ പവർ ഈക്വൽ ടു ഐ സ്ക്വയർ ആർ, അതല്ലെങ്കിൽ വി സ്ക്വയർ ബൈ ആർ, അല്ലെങ്കിൽ വി ഇൻറ്റു ഐ. ഇങ്ങനെ 3 രൂപത്തിൽ നമുക്ക് ഇലക്ട്രിക് പവറിനെ എഴുതാം. 3 രീതിയിൽ നമുക്ക് പരീക്ഷയ്ക്കൊക്കെ എങ്ങനെ ചോദിച്ചാലും ഈ 3 ഇക്വേഷൻസ് വെച്ചിട്ട് നമുക്ക് ഒരു ഉപകരണത്തിൻ്റെ പവർ കണ്ടുപിടിക്കാൻ കറണ്ടോ വോൾട്ടേജോ റെസിസ്റ്റൻസോ ഇതിൽ 3-ൽ ഏതെങ്കിലും 2 തന്നാൽ നമുക്ക് അത് വെച്ചിട്ട് എന്ത് ചെയ്യാം? പവർ കണ്ടുപിടിക്കാം. ഓക്കെ, സൂചിപ്പിക്കുന്നത് എന്തിനായിരുന്നു? വാട്ട്സിലല്ലായിരുന്നു? വാട്ട്സ് W എന്ന് ഡിനോട്ട് ചെയ്യും അല്ലേ? ഇപ്പോൾ നമ്മുടെ ഒരു ഉപകരണം 500 വാട്ട്സ് ആണെന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് ഈ വാട്ട്സ്? 500 വാട്ട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, വാട്ട്സ് എന്ന് പറയുന്നത് ജൂൾസ് പെർ സെക്കൻഡ് ആണ്.
ജൂൾസ് പെർ സെക്കൻഡ്. അതായത് ഒരു സെക്കൻഡിൽ ഇത്ര ജൂൾ ഊർജം ആ ഒരു ഉപകരണം ചെലവഴിക്കും എന്നാണ് അതിനർത്ഥം. ഇപ്പോൾ നമ്മുടെ ഒരു ഉപകരണം 500 വാട്ട്സ് ആണെന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ അത് പ്രവർത്തിച്ചാൽ 500 ജൂൾ ഊർജം അത് ചെലവാക്കി. 2 സെക്കൻഡ് ആകുമ്പോഴേക്ക് 1000 ജൂൾ ഊർജം അത് ചെലവാക്കി. ഓക്കെ, അതാണ് വാട്ട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ജൂൾസ് പെർ സെക്കൻഡ്. ഇനി നമ്മുടെ ഈ ഒരു ഉപകരണം 500 വാട്ട്സിന്റെ ഉപകരണം ഒരു 230 വോൾട്ടുള്ള പവർ സപ്ലൈയിലേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഉപകരണം എത്ര കറണ്ടാണ് നമ്മുടെ സർക്യൂട്ടിൽ നിന്ന് വലിച്ചെടുക്കുന്നത് നമുക്ക് അറിയണം. അതെങ്ങനെ കണ്ടുപിടിക്കാം? അതിന് പറയുന്ന പേരാണ് ആംപെറേജ്. ആംപെറേജ് ആംപെറേജ് എന്ന് പറഞ്ഞാൽ പവർ ബൈ വോൾട്ടേജ്. ഓക്കെ, പവർ ബൈ വോൾട്ടേജ് ആണ് ആംപെറേജ്. ഇത് നമുക്ക് പിടിക്കാം. 500 വാട്ട്സ് ആണ് നമ്മുടെ പവർ, 230 വോൾട്ടാണ് നമ്മുടെ വോൾട്ടേജ്, ഈക്വൽ ടു ഏകദേശം 2.17 ആംപിയർ. അപ്പോൾ 2.17 ആംപിയർ കറണ്ട് നമ്മുടെ ഈ ഒരു ഉപകരണം നമ്മുടെ സർക്യൂട്ടിൽ നിന്ന് വലിച്ചെടുക്കും. അതാണ് ആംപെറേജ്, പവർ ബൈ വോൾട്ടേജ്, ആംപെറേജ്. വൈദ്യുത താപഫലത്തിൻ്റെ ഹീറ്റിംഗ് എഫക്റ്റിൻ്റെ കുറച്ച് അപ്ലിക്കേഷൻസ് നോക്കാം. നമ്മൾ വീട്ടിലെ ഗൃഹോപകരണങ്ങളിൽ പലതും ഈ വൈദ്യുതിയുടെ ഹീറ്റിംഗ് എഫക്റ്റ് ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നത്, അല്ലേ? നമുക്കറിയാം, നമ്മുടെ ഇസ്തിരിപ്പെട്ടി, അതുപോലെ ഹീറ്റർ തുടങ്ങിയവയൊക്കെ ഹീറ്റ് എഫക്റ്റ് ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം ഉപകരണങ്ങളുടെ ഒരു പ്രധാന സവിശേഷത എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ്. ഒന്നെന്ന് പറഞ്ഞാൽ അവർക്ക് ഉയർന്ന റെസിസ്റ്റിവിറ്റി ആവും. നമ്മൾ പറഞ്ഞു, റെസിസ്റ്റിവിറ്റി കൂടുമ്പോൾ, റെസിസ്റ്റൻസ് കൂടുമ്പോൾ, പ്രതിരോധം കൂടുമ്പോൾ എന്താവും? ചൂട് കൂടുതൽ പുറത്തു വരും, അല്ലേ? അതുപോലെ അവയുടെ ഹീറ്റിംഗ് കോയിൽ, ഹീറ്റ് ആവുന്ന ആ ഒരു ഭാഗത്തിന് പറയുന്ന പേരാണ് ഹീറ്റിംഗ് കോയിൽ. ആ ഹീറ്റിംഗ് കോയിലിന് എന്താവും? ദ്രവണാങ്കം, മെൽറ്റിംഗ് പോയിന്റ് വളരെ അധികമാവും. കാരണം ദ്രവണാങ്കം കുറഞ്ഞ ഒരു വസ്തുവാണ് അത് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്താവും? നമ്മുടെ ചൂട് കൂടുമ്പോൾ അത് ഉരുകി മെൽറ്റായി പോകും, അല്ലേ? ഉരുകിപ്പോവും. പിന്നെ അതുപോലെ തന്നെ അവയുടെ ഓക്സിഡേഷൻ അഥവാ ഓക്സീകരണം അവർക്ക് വളരെ കുറവാകും. അതായത് ചൂടാകുമ്പോൾ, നമ്മൾ സാധാരണ ഒരു വസ്തു ചൂടാക്കുമ്പോൾ എന്ത് സംഭവിക്കും? അത് കത്തി ഉരുകി ഒരു കരി പോലെ അതിൻ്റെ പുറത്ത് രൂപപ്പെടാൻ തുടങ്ങും, അല്ലേ? നമ്മൾ സാധാരണ ഒരു കമ്പിയൊക്കെ ചൂടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ കത്തി കരിഞ്ഞൊരു കരി പോലത്തെ ഒരു ഫിലിം, ഒരു ലെയർ അതിന് പുറത്ത് രൂപപ്പെടും. അങ്ങനെ രൂപപ്പെട്ടാൽ അത് നന്നായിട്ട് ചൂട് ചിലപ്പോൾ പുറത്ത് വിട്ടില്ല എന്നൊക്കെ വരും. അപ്പോൾ അത്തരം ഉപകരണത്തിൻ്റെ ഹീറ്റിംഗ് കോയിലിന് ഓക്സിഡേഷൻ വളരെ കുറവായിരിക്കും. ഈ 3 സവിശേഷതകളാണ് നമ്മുടെ അത്തരം ഉപകരണങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ അത്തരം ഉപകരണങ്ങൾക്ക് ഉദാഹരണം ഒന്ന് നമ്മുടെ ഇസ്തിരിപ്പെട്ടി, അതുപോലെ ഹീറ്റർ എല്ലാം ഉദാഹരണമാണ്. അതുപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള മറ്റൊരു ഉപകരണമാണ് സോൾഡറിങ് അയൺ. സോൾഡറിങ് അയൺ ഒരുപക്ഷെ എല്ലാവരും ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. ഇതാണ് സോൾഡറിങ് അയൺ. ഇത് നമ്മൾ പ്ലഗിൽ കുത്തി ഓൺ ആക്കിയതിന് ശേഷം നമ്മുടെ ഈ ഒരു ലോഹഭാഗം ഹീറ്റ് എഫക്റ്റ് കാരണം ചൂടായതിനു ശേഷം ഇത് ഒരു ലോഹക്കൂട്ടാണ്. ടിൻ അതുപോലെ ലെഡ് എന്ന 2 ലോഹങ്ങൾ കൂടി ചേർന്നിട്ടുള്ള ഒരു ലോഹക്കൂട്ടാണ് ഇത്. ഇതിൻ്റെ ദ്രവണാങ്കം കുറവാണ്. ഇത് നമ്മൾ ഇങ്ങനെ തട്ടിച്ചതിന് ശേഷം ഇത് ഉരുകി ചേരാൻ തുടങ്ങും. കപ്പാസിറ്റർ, അതുപോലെ റെസിസ്റ്റർ തുടങ്ങിയ കമ്പണൻസ് എല്ലാം നമ്മുടെ പ്രിന്റ് സർക്യൂട്ട് ബോർഡിൽ, ഇതുപോലത്തെ ബോർഡുകളിൽ ഉരുക്കി ചേർക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് നമ്മുടെ സോൾഡറിങ് അയൺ. കണ്ടില്ലേ? ഇതിൽ പല കപ്പാസിറ്റർ പോലുള്ള സംഭവങ്ങൾ ഉരുകി ചേർത്ത് ഇവിടെ കണ്ടില്ലേ? ഈ ഒരു ലോഹം ഉരുകി ചേർന്നിട്ടാണ് ഇവയെല്ലാം ഇതിൽ നമ്മൾ കുടുക്കി വെക്കുന്നത്. ഇതിനി അടുത്ത ഭാഗത്ത് നമ്മുടെ LED ബൾബിൻ്റെ റിപ്പയർ ടൂളായിട്ടും ഈ ഒരു സോൾഡറിങ് അയൺ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. താപഫലം ഉപയോഗിച്ചുള്ള മറ്റൊരു ഉപകരണമാണ് സേഫ്റ്റി ഫ്യൂസ് അഥവാ സുരക്ഷാ ഫ്യൂസ്. നമ്മൾ ഇടയ്ക്ക് കേട്ടിട്ടുണ്ടാവും, ഫ്യൂസ് പോയി എന്നൊക്കെ പറഞ്ഞ്. നമ്മുടെ ഒരു സർക്യൂട്ടിൽ, നമ്മുടെ വീട്ടിലെ സർക്യൂട്ടിൽ അതിന് താങ്ങാവുന്നതിൽ കൂടുതൽ പവർ ഉള്ള എന്തെങ്കിലും ഒരു ഉപകരണമോ അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് മൂലമോ എന്തെങ്കിലും കാരണത്താൽ
ഈ ഫ്യൂസ് പോവും. ഇതെന്തിനാണ്? ഉപകരണങ്ങൾ അതുമൂലം നശിച്ചു പോകാതിരിക്കാനും അതുപോലെ നമ്മുടെ സർക്യൂട്ടിൽ അമിതമായ ലോഡ് വരുന്നതിന് കാരണമായിട്ട് തീയൊക്കെ ഉണ്ടാകുന്നതിന് ഒരു സേഫ്റ്റി മാർഗം, ഒരു സുരക്ഷാ മാർഗമാണ് നമ്മുടെ ഈ ഫ്യൂസ്. ഇതിനുള്ളിലൊരു നേരിയ ഒരു കമ്പി ഉണ്ടാവും. അത് നമ്മുടെ സർക്യൂട്ടിന് താങ്ങാവുന്നതിൽ കൂടുതൽ പവർ വരുമ്പോൾ എന്താവും? അത് ഉരുകിപ്പോവും അല്ലേ? നമ്മുടെ ഹീറ്റ് എഫക്റ്റ് കാരണം അത് ഉരുകിപ്പോവും. അങ്ങനെ നമ്മുടെ സർക്യൂട്ട് വിച്ഛേദിക്കപ്പെടും. അങ്ങനെ വീട്ടിലേക്ക് വരുന്ന വൈദ്യുതി തടസ്സപ്പെടും. എല്ലാ ഉപകരണങ്ങളും അമിത ലോഡ് കാരണം നശിച്ചു പോവാതെ സംരക്ഷിക്കപ്പെടും. ഒരു സേഫ്റ്റി ഫ്യൂസ് തന്നെയാണ്. ശ്രദ്ധിച്ചാൽ അറിയാം, ഇതിനുള്ളിൽ ചെറിയൊരു കമ്പി പോകുന്നുണ്ട് അല്ലേ? ഇത് ഉപകരണങ്ങൾക്ക് ഉള്ളിലുള്ള ഫ്യൂസാണ്. ചില ഉപകരണങ്ങളിൽ ഉള്ളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഫ്യൂസാണ് ഇത്. ഇതിനുള്ളിൽ ആ ഒരു നേരിയ കമ്പി കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ ഫ്യൂസിനുള്ളിൽ ആ ഫ്യൂസിൻ്റെ സർക്യൂട്ടിലുള്ള എത്രത്തോളം സേഫായിട്ട് എത്രത്തോളം കറണ്ട് നമുക്ക് കടത്തിവിടാം, ആ കറണ്ടിന് അനുപാതമായിട്ട് ദ്രവണാങ്കമുള്ള ഒരു വയറുണ്ടാവും. അതിനപ്പുറത്തേക്ക് നമ്മുടെ ലോഡ് കൂടിയാൽ ആ ഒരു വയറ് ഹീറ്റ് എഫക്റ്റ് കാരണം കത്തി ഉരുകിപ്പോവും, മെൽറ്റായി പോവും. അങ്ങനെ നമ്മുടെ സർക്യൂട്ട് വിച്ഛേദിക്കപ്പെടും. പ്രവാഹത്തിൻ്റെ താപഫലത്തിനെ കുറിച്ച് പറഞ്ഞു അല്ലേ? ഇനി നമുക്ക് നോക്കാനുള്ളത് ലൈറ്റ് എഫക്റ്റാണ്, പ്രകാശഫലം. നമ്മൾ ആദ്യത്തെ ആ ഒരു എക്സ്പെരിമെൻ്റ് ഓർമ്മയല്ലേ? നിക്രോം വയർ നമ്മുടെ സർക്യൂട്ടിൽ കൊടുത്ത് ചുട്ട് പഴുക്കാൻ തുടങ്ങി അല്ലേ? ബാറ്ററി സ്വിച്ച് ഓൺ ആക്കിയപ്പോൾ ചുട്ട് പഴുക്കാൻ തുടങ്ങി. പഴുക്കാൻ തുടങ്ങുമ്പോൾ അതിനെന്താണ്? ജ്വലിക്കാൻ തുടങ്ങും, പ്രകാശം വരാൻ തുടങ്ങും അല്ലേ? അപ്പോൾ അത് നമ്മുടെ വൈദ്യുതിയുടെ മറ്റൊരു എഫക്റ്റാണ്, മറ്റൊരു ഫലമാണ് ലൈറ്റ് എഫക്റ്റ്. ഈ ലൈറ്റ് എഫക്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ വീട്ടിലുള്ള ബൾബുകളൊക്കെ വർക്ക് ചെയ്യുന്നത്. അത്തരത്തിലുള്ള ആദ്യത്തെ ബൾബാണ് ഇൻകാൻഡസെൻ്റ് ബൾബുകൾ. ഇൻകാൻഡസെൻ്റ് എന്നാൽ ചുട്ട് പഴിക്കുന്നത് അല്ലെങ്കിൽ ജ്വലിക്കുന്നത് എന്നുള്ള അർത്ഥമാണ്. ഇൻകാൻഡസെൻ്റ് ബൾബ് നിർഭാഗ്യവശാൽ ഇതിനുള്ളിലുള്ള ഫിലമെൻ്റ് നശിച്ചു പോയിട്ടുണ്ട്. ഈ ഒരു ഫിലമെൻ്റ് ടങ്സ്റ്റൺ എന്ന ലോഹം കൊണ്ട് ഉണ്ടാക്കിയതാണ്. ടങ്സ്റ്റൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഉയർന്ന മെൽറ്റിംഗ് പോയിൻ്റാണ്, ദ്രവണാങ്കം വളരെ ഉയർന്നതാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? വൈദ്യുതി ഇതിലൂടെ കടന്നു പോകുമ്പോൾ പെട്ടെന്ന് ഉരുകി നശിക്കില്ല അല്ലേ? അങ്ങനെ ചുട്ടുപഴുത്ത് പ്രകാശം പുറത്തു വരാൻ തുടങ്ങും. സമയത്ത് എന്താവും? ഓക്സീകരണം ഉണ്ടാവും അല്ലേ? അപ്പോൾ ഓക്സീകരണം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനുള്ളിലുള്ള വായു എല്ലാം പുറത്ത് കളഞ്ഞതിന് ശേഷം അലസവാതകങ്ങൾ, നോബിൾ ഗ്യാസസ് ഏതെങ്കിലും ഇതിനുള്ളിൽ നിറക്കും. ഗ്യാസും നൈട്രജൻ വാതകവും ഇപ്പം നിറക്കുന്നുണ്ട്. നൈട്രജൻ വാതകം നിറക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണ കണ്ടീഷനിൽ ഇതുപോലെ തന്നെ അലസവാതകം പോലെ തന്നെ നൈട്രജനും വല്ലാതെ റിയാക്ഷനൊന്നും കാണിക്കില്ല. അതുപോലെ തന്നെ ചൂടാവുമ്പോൾ നൈട്രജൻ ഗ്യാസും വല്ലാതെ വികസിക്കില്ല. അപ്പോൾ നമുക്ക് സേഫായിട്ട് ഇതിനുള്ളിൽ നിറക്കാം, ബൾബിനുള്ളിൽ നിറക്കാം. ഈ ഒരു ഇൻകാൻഡസെൻ്റ് ബൾബിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഉയർന്ന എനർജി വേസ്റ്റേജ് ആണ്. ഊർജ്ജ നഷ്ടം ഒരുപാടുണ്ടാക്കും. ഇത് കത്തുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ അറിയാം, നല്ല താപം ഉണ്ടാവും അല്ലേ? ചൂടുണ്ടാവും. അപ്പോൾ നമ്മുടെ വൈദ്യുതിയുടെ വലിയൊരു ശതമാനം ഇതിൽ പ്രകാശമാവുന്നതിന് പകരം ചൂടായിട്ട് താപമായിട്ട് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതിലൂടെ വലിയ ഊർജ്ജ നഷ്ടം ഉണ്ടാവും. വൈദ്യുതി ലാഭം ഉണ്ടാക്കുന്ന മറ്റൊരു തരം ബൾബാണ് നമ്മുടെ CFLകൾ. നമ്മുടെ ട്യൂബ് ലൈറ്റുകളൊക്കെ ഇത്തരം ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇതിൽ ഇലക്ട്രോഡുകളുണ്ട്. അപ്പോൾ വൈദ്യുതി കടന്നു ചെല്ലുമ്പോൾ ഇലക്ട്രോൺസ് പുറത്തു വരാൻ തുടങ്ങും. ഇതിനുള്ളിലുള്ള മെർക്കുറി വാതകമുണ്ട്. ഈ ഗ്ലാസ് ട്യൂബിനുള്ളിൽ മെർക്കുറി വാതകമുണ്ട്. അപ്പോൾ ഈ ഇലക്ട്രോൺസ് എന്താവും? ഇതിനുള്ളിലുള്ള വാതകത്തെ തട്ടി വാതകത്തിന് ഊർജം കൈവരിക്കുകയും വാതകം എക്സൈറ്റഡ് സ്റ്റേജ്, ഉയർന്ന ഊർജമുള്ള ആ ഒരു അവസ്ഥയിലേക്ക് ചെല്ലും. പിന്നീട് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക്, പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരും സ്ഥിരത കൈവരിക്കാനായിട്ട്. ആ തിരിച്ചു വരുന്ന സമയത്ത് അവ ആഗിരണം ചെയ്ത ആ ഒരു ഊർജം പുറത്തു വിടും. ആ ഊർജമാണ് നമുക്ക് പ്രകാശമായിട്ട് ലഭിക്കുന്നത്. അങ്ങനെയാണ് ഇത്തരം ബൾബുകൾ വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇവിടെയും എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ഇൻകാൻഡസെൻ്റ് ബൾബിലേറെ ഊർജ നഷ്ടം ഇല്ലാത്ത ബൾബുകളാണ്. എന്നിരുന്നാലും ഊർജ നഷ്ടം കൂടുതൽ തന്നെയാണ്. കൂടുതൽ
ഊർജം ലാഭിക്കുന്ന ഒരു ബൾബാണ് LED ബൾബുകൾ. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡുകൾ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഇവയ്ക്ക് എന്താണ് പ്രത്യേകത? വളരെ ചെറിയ ഊർജത്തിൽ പ്രവർത്തിക്കാൻ കഴിയും. അതുപോലെ ഊർജ നഷ്ടം വളരെ കുറവാണ്. അതുപോലെ ഇവയ്ക്ക് ഉയർന്ന ആയുസ്സാണ് അല്ലേ. നമ്മുടെ ഇൻകാൻഡസെൻ്റ് ബൾബുകൾക്കൊക്കെ ഏകദേശം 2500 മണിക്കൂറാണ് പ്രവർത്തന സമയം പറയുന്നത്. പക്ഷേ ഇവയ്ക്ക് ഈ LED ബൾബുകൾക്ക് ഏകദേശം 50,000 മണിക്കൂർ വരെയൊക്കെ കത്തി നിൽക്കാൻ കഴിയും എന്ന് കമ്പനികൾ അവകാശപ്പെടുന്നുണ്ട്. ഇതാണ് ബേസ് യൂണിറ്റ്. നമ്മുടെ ചുമരിലെ സോക്കറ്റിലേക്ക്, വാൾ സോക്കറ്റിലേക്ക് പ്രവേശിക്കുന്ന ആ ഒരു ഭാഗം ഇതാണ് ബേസ് യൂണിറ്റ്. ഇതിൽ 2 ഇലക്ട്രിക്കൽ കോണ്ടാക്റ്റുകളുണ്ട്. ഇതിലൂടെയാണ് വൈദ്യുതി കടന്നു പോവുക. പിന്നെ ഒരു ഹീറ്റ് സിങ്ക് ഉണ്ട്. ഇതിനുള്ളിൽ ഈ ഒരു ബോഡിക്കുള്ളിൽ ഒരു ഹീറ്റ് സിങ്ക് ഉണ്ടാവും. നമ്മുടെ LED വർക്ക് ചെയ്യുന്ന സമയത്തുണ്ടാവുന്ന താപം ആഗിരണം ചെയ്യാനാണ് ഈ ഹീറ്റ് സിങ്ക് ഉപയോഗിക്കുന്നത്. അതുപോലെ ഇതാണ് നമ്മുടെ ഒരു LED ശ്രേണി കാണുന്നുണ്ടല്ലേ. ശ്രേണി സീരീസ് കണക്ഷനിൽ ഒരുപാട് LEDകൾ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ LED ശ്രേണി ഉറപ്പിച്ച് നിർത്തിയിട്ടുള്ളത് നമ്മുടെ ബേസ് പ്ലേറ്റിലാണ്. ഈ ബേസ് പ്ലേറ്റിലാണ് LED ഉറപ്പിച്ച് നിർത്തിയിട്ടുള്ളത്. ഈ ബേസ് പ്ലേറ്റിന് അടിയിലാണ് ഹീറ്റ് സിങ്ക് വരുന്നത്. അതുപോലെ അവസാനമായിട്ട് വരുന്ന ഈ ഒരു ഭാഗം, ഈ ഒരു മൂടി എന്ന് പറയുന്നത് ഡിഫ്യൂസറാണ്. ഡിഫ്യൂസറിന് 2 ഉപയോഗങ്ങളാണുള്ളത്. ഒന്ന്, ഇതെല്ലാം അടച്ച് ഭദ്രമാക്കി വെക്കുക. മറ്റൊന്ന്, പ്രകാശം നമ്മുടെ മുറിയിലൊക്കെ നന്നായിട്ട് പരത്തുക എന്നുള്ള ഒരു ഉപയോഗം കൂടിയുണ്ട്. ഇതില്ലെങ്കിൽ എന്താവും, നമ്മുടെ ഒരു ടോർച്ചിൽ നിന്നൊക്കെ വരുന്നത് പോലെ പ്രകാശം നേരെയായിട്ടാവും വരിക അല്ലേ. ഈ ഡിഫ്യൂസർ വെക്കുമ്പോൾ ലൈറ്റ് എല്ലാ ഒരു ഭാഗങ്ങൾക്കും പരന്നു പോകും. ബേസ് യൂണിറ്റ്, ഇതിനുള്ളിൽ ഹീറ്റ് സിങ്ക്, ഇത് നമ്മുടെ ഡിഫ്യൂസർ, ഇതിനുള്ളിൽ ബേസ് പ്ലേറ്റ്, അടിയിലായിട്ടുള്ളത് ബേസ് പ്ലേറ്റ്. അതുപോലെ പവർ സപ്ലൈ ബോർഡ്. പവർ സപ്ലൈ ബോർഡ് നമ്മുടെ വീട്ടിലെ AC കറണ്ട് എടുത്തിട്ട് DC കറണ്ടാക്കി മാറ്റാനാണ് ഉപയോഗിക്കുന്നത്. അത് പഴയ മോഡലിലൊക്കെ അത് സെപ്പറേറ്റ് ഒരു യൂണിറ്റ് ആയിട്ടാണ് നമ്മുടെ പവർ സപ്ലൈ ബോർഡ് വരുന്നത്. ഇപ്പോൾ അതും നമ്മുടെ PCB LED ചിപ്പ് ബോർഡും ഒന്നിച്ചാണ് വരുന്നത്. കണ്ടില്ലേ, LEDയും അതുപോലെ ഈ ട്രാൻസ്ഫോമറും ഒക്കെ ഉള്ള ഒറ്റൊരു യൂണിറ്റ് ആയിട്ടാണ് ഇപ്പോഴത്തെ മോഡലുകളൊക്കെ വരുന്നത്. പിന്നെ അവസാനമായിട്ട് ഈ ഒരു ബോർഡ് ഇതിലേക്ക് ഉറപ്പിച്ച് നിർത്താൻ കുറച്ച് ചെറിയ സ്ക്രൂകളും ഉപയോഗിക്കുന്നുണ്ട്. LEDയുടെ നിർമ്മാണം ഒന്ന് നോക്കാം. ആദ്യമായിട്ട് ഇവിടെ നമ്മുടെ ബേസ് യൂണിറ്റ് ഉണ്ട്. അതുപോലെ ഈ ഒരു ബോഡി ഭാഗമുണ്ട്. ഇതിനുള്ളിലായിട്ട് നമ്മുടെ ഹീറ്റ് സിങ്ക് ഉണ്ട്. ഈ ബേസ് പ്ലേറ്റ് ഉണ്ടല്ലേ, ബേസ് പ്ലേറ്റിൻ്റെ ഉള്ളിലായിട്ടൊരു ദ്വാരമുണ്ട്. നമ്മുടെ ഈ ഒരു വയർ കടന്നു വരാനായിട്ടൊരു ദ്വാരമുണ്ട്. പിന്നെ നമ്മുടെ പവർ സപ്ലൈ ബോർഡ്, AC കറണ്ടിനെ നമ്മുടെ സർക്യൂട്ടിൽ നിന്ന് വരുന്ന, നമ്മുടെ വീട്ടിലെ സർക്യൂട്ടിൽ നിന്ന് വരുന്ന AC കറണ്ടിനെ നമ്മുടെ LED വർക്ക് ചെയ്യാനായിട്ട് DC കറണ്ടാക്കി മാറ്റുന്ന ഒരു പവർ സപ്ലൈ ബോർഡുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു LED സ്ഥിതി ചെയ്യുന്ന ഒരു പ്രിൻ്റ് സർക്യൂട്ട് ബോർഡുണ്ട്. ഇങ്ങനെ ഒരു ബോർഡുണ്ട്. അവസാനമായിട്ട് ഡിഫ്യൂസറും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കാം. ആദ്യം നമ്മുടെ ബേസ് യൂണിറ്റിൽ നിന്ന് വരുന്ന 2 വയറുകളെ ഈ ദ്വാരത്തിലൂടെ പുറത്തിറക്കുന്നു. അതിനുശേഷം ഇതമർത്താൻ നമ്മുടെ പഞ്ചിങ് മെഷീൻ ഉപയോഗിച്ച് ഇതമർത്തി ഇവിടെ ഉറപ്പിച്ച് നിർത്തുന്നു. അതിനുശേഷം നമ്മുടെ ഈ 2 വയറുകളെ നമ്മുടെ പവർ സപ്ലൈ ബോർഡ്, ഞാൻ പറഞ്ഞു ഈ ഒരു ബൾബിൽ പവർ സപ്ലൈ ബോർഡും നമ്മുടെ ഈ LED PCB ബോർഡും ഒന്നിച്ചാണ്. പവർ സപ്ലൈ ബോർഡ് സെപ്പറേറ്റ് ആകുമ്പോൾ ഈ പവർ സപ്ലൈ ബോർഡിൽ നിന്ന് 2 വയറുകൾ, ഇൻപുട്ടിലേക്ക് 2 വയറുകൾ പോകുന്നുണ്ട്. അവ രണ്ടും ഈ ഒരു വയറുമായിട്ട് നമ്മൾ കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ഇൻസുലേഷൻ ടാപ്പ് ഉപയോഗിച്ച് അവ ഭദ്രമാക്കുന്നു. അതിനുശേഷം പവർ സപ്ലൈ ബോർഡിൽ നിന്ന് 2 വയറുകൾ പോകുന്നുണ്ട്. ഒരു പോസിറ്റീവ് ധ്രുവമുള്ള വയറും ഒരു നെഗറ്റീവ് ധ്രുവമുള്ള വയറും. മിക്കവാറും ചുവപ്പും കറുപ്പുമായ 2 വയറുകളാവും ഉണ്ടാവുക. ഈ ചുവപ്പ് വയറ് നമ്മുടെ ഈ LED ബോർഡിലുള്ള പോസിറ്റീവ് ചിഹ്നമുള്ള ധ്രുവത്തിലേക്ക് നമ്മുടെ സോൾഡറിങ് അയൺ ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്നു. അതുപോലെ നെഗറ്റീവ് വയർ, കറുത്ത വയർ നമ്മുടെ നെഗറ്റീവ് ചിഹ്നമുള്ള ആ ഒരു ധ്രുവത്തിലേക്കും കണക്ട് ചെയ്യുന്നു. നോക്കാം, ഇത് നേരത്തെ പറഞ്ഞു സീരീസ് കണക്ഷനിലാണ് അല്ലേ, ശ്രേണി ബന്ധത്തിലാണ്.
അപ്പോൾ ഇതിലേതെങ്കിലും ഒരു LED പ്രകാശിക്കൽ നിന്നാൽ മൊത്തം സർക്യൂട്ട് വിച്ഛേദിക്കപ്പെടും. അങ്ങനെ നമ്മുടെ ബൾബ് പ്രകാശിക്കില്ല. ഘടകങ്ങൾ: റെക്ടിഫയർ, ലോഡ് റെസിസ്റ്റർ, ഫിൽറ്റർ കപ്പാസിറ്റർ, LED ചിപ്പ്. ഇതിലേതെങ്കിലും ഒന്ന് നശിച്ചു പോയാൽ നമ്മുടെ LED പ്രകാശിക്കില്ല. ഇതിൽ റെക്ടിഫയർ എന്ന ഭാഗം നമ്മുടെ വീട്ടിലെ AC കറണ്ടിനെ LED വർക്ക് ചെയ്യാനുള്ള DC കറണ്ടാക്കി മാറ്റുന്ന ഒരു ഭാഗത്തിന് പറയുന്ന പേരാണ് റെക്ടിഫയർ. അതുപോലെ ലോഡ് റെസിസ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ LED സർക്യൂട്ടിലേക്ക് LED ബോർഡിലേക്ക് വരുന്ന കറണ്ടിനെ ചെറുതാക്കി ഇവക്ക് താങ്ങാൻ കഴിയുന്ന ഒരു കറണ്ടാക്കി മാറ്റാനുള്ള ഒരു പ്രതിരോധകമാണ് നമ്മുടെ ലോഡ് റെസിസ്റ്റർ. പിന്നെ അതുപോലെ ഫിൽറ്റർ കപ്പാസിറ്റർ. നമ്മുടെ റെക്ടിഫയർ പ്രവർത്തിച്ചതിന് ശേഷവും ഒരു അല്പം AC ഘടകം നമ്മുടെ ഈ DC കറണ്ടിലുണ്ടാവും. അത് ഉന്മൂലനം ചെയ്യാനാണ് ഫിൽറ്റർ കപ്പാസിറ്റർ. അവസാനമായിട്ട് ഈ ഒരു LED ചിപ്പിലുള്ള പല ഘടകങ്ങളും നശിച്ചു പോയാലും നമ്മുടെ LED പ്രകാശിക്കില്ല. അപ്പോൾ ഇവയെല്ലാം നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ, ഏതൊക്കെ ഭാഗങ്ങളാണ് കേടുപാടുകളുള്ളത് ഒക്കെ കണ്ടെത്തിയാലേ നമുക്ക് LED റിപ്പയർ ചെയ്യാൻ കഴിയുള്ളൂ. ആദ്യം നമ്മളൊരു മൾട്ടിമീറ്റർ എടുക്കുന്നു. മൾട്ടിമീറ്റർ എന്നാൽ വൈദ്യുത കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു ഉപകരണമാണ് മൾട്ടിമീറ്റർ. മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് ഈ ഭാഗങ്ങളിലെല്ലാം വൈദ്യുത കണക്ഷൻ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നു. അതിനുശേഷം ഏത് ഭാഗത്തിനാണ് കേടുപാട് സംഭവിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ആ ഭാഗം എടുത്ത് മാറ്റിയിട്ട് അതിലേക്ക് പുതിയൊരു ഭാഗം വെച്ച് നമ്മൾ നമ്മുടെ സോൾഡറിങ് അയൺ ഉപയോഗിച്ച് അവ അതിലേക്ക് കണക്ട് ചെയ്യുന്നു. അതിനാവശ്യമായ നമ്മുടെ ടൂൾസ്, ടെസ്റ്റർ, സ്ക്രൂ ഡ്രൈവർ, LED ചിപ്പ്. ഈ LED ചിപ്പിനാണ് കേടുപാട് സംഭവിച്ചിട്ടുള്ളെങ്കിൽ ആ ഒരു പഴയ LED ചിപ്പ് എടുത്ത് മാറ്റിയതിന് ശേഷം പുതിയ LED ചിപ്പ് അതിലേക്ക് വെക്കണം. പിന്നെ നോസ് പ്ലെയർ. നോസ് പ്ലെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ പ്ലെയറിലേറെ അതിൻ്റെ അഗ്രഭാഗം കൂർത്തിട്ടുള്ള ടൈപ്പ് നോസ് പ്ലെയർ ആണ്. പിന്നെ ട്യൂസർ. നമ്മുടെ ഇതിലുള്ള ചെറിയ ഘടകങ്ങളെല്ലാം എടുത്ത് മാറ്റാനായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു സംഭവത്തിനെയാണ് ട്യൂസർ എന്ന് പറയുന്നത്. അവസാനമായിട്ട് മൾട്ടിമീറ്ററും ഉപയോഗിക്കുന്നു. അപ്പോൾ കേടുപാടുള്ള ആ ഒരു ഭാഗത്തിനെ നമ്മൾ എടുത്ത് മാറ്റി പുതിയ ഭാഗം വെച്ചതിന് ശേഷം LED വീണ്ടും പ്രവർത്തിക്കുന്നു. ഇരിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ റിപ്പയർ ചെയ്തിട്ടും നമ്മുടെ ബൾബ് പ്രകാശിക്കുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ബൾബിനെ സംസ്കരിക്കണം അല്ലേ? സംസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ പ്ലാസ്റ്റിക് ഭാഗങ്ങൾ, അതുപോലെ ലോഹ ഭാഗങ്ങൾ, മെറ്റൽ പാർട്ടുകൾ, അതുപോലെ ഇലക്ട്രോണിക് ഭാഗങ്ങളെല്ലാം വേർതിരിച്ചിട്ട് വേണം സംസ്കരിക്കാൻ. ഇത്രയും പഠിച്ചതിലൂടെ നമുക്ക് എന്ത് മനസ്സിലായി? സാധാരണ ബൾബുകൾ അല്ലേ, ഇൻകാൻഡസൻറ്റ് ബൾബുകളിലേക്കാളൊക്കെ എത്രയോ നല്ലത്, പ്രകൃതിക്ക് എത്രയോ നല്ലത് LED ബൾബുകളാണ്. കാരണം എന്താ? അവ കൂടുതൽ ഊർജ്ജം സംരക്ഷിക്കുന്നു അല്ലേ? ഊർജ്ജ നഷ്ടം വളരെ കുറവാണ് ഇവയിൽ. അതുകൊണ്ട് തന്നെ LED ബൾബുകൾ നമ്മൾ വീടുകളിലൊക്കെ ഉപയോഗിക്കാൻ നോക്കുക. ഊർജ്ജം സംരക്ഷിക്കുന്നത് എന്താണ്? ഊർജ്ജം നിർമ്മിക്കുന്നതിന് തുല്യമാണ്. എനർജി സേവ്ഡ് ഈസ് എനർജി പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു പാഠഭാഗം തീർന്നിട്ടുണ്ട്. താങ്ക് യു.